ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസ് ഓൺ. അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന PSC കമ്മീഷൻ യോഗത്തിൽ കുറച്ചധികം പോസ്റ്റുകളിലേക്ക് നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ട്. 66 തസ്തികകളിലേക്കാണ്. അപ്പൊ അതിൽ ഫീൽഡ് അസിസ്റ്റന്റ്, പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞ ഗ്ലാമർ പോസ്റ്റുകളൊക്കെ ഉണ്ട്. അതല്ലാതെ ടെക്നിക്കൽ നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്കവിടെ നോക്കാം. ടെക്നിക്കലി സിവിലിന്റെ ഒക്കെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ ഹാർബർ, തുറമുഖ വകുപ്പൊക്കെ ഉണ്ട്. അതേപോലെ സിവിൽ മെക്കാനിക്കൽ എല്ലാം ഉണ്ട്. ഇലക്ട്രിക്കലിന് നമുക്കവിടെ നോക്കുവാണെങ്കിൽ വ്യവസായിക പതിനൊന്നാമത്തെ പട്ടികജാതി വികസന വകുപ്പിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ നേരിട്ട തസ്തികമാറ്റം മുഖേനയും. പിന്നെയുള്ളത് നമുക്കവിടെ KWA ഡ്രാഫ്റ്റ്സ്മാൻ കിട്ടും. അതല്ല, വാട്ടർ അതോറിറ്റിയിൽ ഇലക്ട്രീഷ്യൻ. നിങ്ങൾക്ക് അതിനെ വാട്ടർ അതോറിറ്റിയിൽ ഓൾറെഡി വിളിച്ചിട്ടുണ്ട്, ഡ്രാഫ്റ്റ്സ്മാൻ ഓവർസർ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇനിയിപ്പോൾ ഇലക്ട്രീഷ്യനും കൂടെ അവരോട് വിളിക്കാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ട്. അതായത് വ്യാവസായിക പരിശീലന പട്ടികജാതി വികസന വകുപ്പിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടറും കേരള വാട്ടർ അതോറിറ്റി ഇലക്ട്രീഷ്യനും. അപ്പൊ ഇത് നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും വിചാരിച്ചിരുന്ന KSEB ഇലക്ട്രിസിറ്റി വർക്കർ എന്നത് ഇപ്രാവശ്യത്തേലില്ല. നിങ്ങൾക്കറിയാം, ഇത് ഡിസംബർ 15-ാം തീയതിയാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവുക. ഡിസംബർ 29, 30 ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ബൾക്കായിട്ടുള്ള വീണ്ടും കുറച്ച് നോട്ടിഫിക്കേഷൻസിന് PSC കമ്മീഷൻ യോഗത്തിൽ തീരുമാനം ആവുന്നുണ്ടാവും. അതായത് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസംബർ 29-ന് ഒരു കമ്മീഷൻ യോഗം ഉണ്ടാവും. എല്ലാ തിങ്കളാഴ്ചകളും ഉണ്ടാവും. 22, 29 ഒക്കെ ഉണ്ടാവും. മേ ബി 22-ലോ 29-ലൊക്കെ വീണ്ടും ഇതേപോലെ ബൾക്കായിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി അവർ തീരുമാനമാക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അതിൽ വേണമെങ്കിൽ കുറെ പോസ്റ്ററുകളിലേക്ക് വരാം. ഓക്കെ, അപ്പോ ഇപ്രാവശ്യം എന്തായാലും KCB വർക്ക് ഇതിൽ ആഡ് ആക്കിയിട്ടില്ല. മെയിൻ ആയിട്ട് ഇത് രണ്ടുമാണ് ഉള്ളത്. പിന്നെ നമ്മൾ ഡിസ്ട്രിക്ട് വൈസിൽ ഏതൊക്കെ ഉണ്ട് എന്നുള്ളതും കൂടി നമുക്ക് ജസ്റ്റ് നോക്കാം. ഡിസ്ട്രിക്ട് വൈസിൽ ഇല്ല, അതും സിവിലിന്റെ മാത്രമാണ് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഓക്കെ, ഇത്രയാണ് ഉള്ളത്. അപ്പോ ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. അപ്പൊ ഈ ഒരു ഗസറ്റ് 15-ാം തീയതിയിലത്തെ നോട്ടിഫിക്കേഷൻ 15-ാം തീയതിക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.